10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് 4 ആണ്. ഒരു 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലോട്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതമായിട്ട് അറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ആനമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഇനി ഡെക്കാൻ പീഠഭൂമിയെ പറ്റി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതി. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചാലും അതേതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഇനി ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്ന പേര് വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടിപ്രദേശം. വൃഷ്ടിപ്രദേശം എന്നാണ് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്ന പേര്. ഇനി ഷാർജഹാൻ്റെയും ഷാർജഹാൻ ആണ് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഷാർജഹാൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം രവി നദിക്കരയിൽ. ഷാർജഹാൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം അതിന് ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത് അടുത്ത മോക്ക് ടെസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡഡ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഉഷ്ണകാലം അറിയാം. മാർച്ച് മെയ് മാസത്തിലാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം. മാർച്ച് മെയ് മാസത്തിലാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന മണ്ണിനം. പോയിന്റ് കളിമർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. പോയിന്റ് കളിമർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് പോയിന്റ് കളിമർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാർ. അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ പോർച്ചുഗീസുകാരാണ്? വിദേശീയരാരാണ്? പോർച്ചുഗീസാണ്. പോർച്ചുഗീസുകാരാണ് അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ വിദേശീയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 കലാപത്തെ അറിയപ്പെടുന്നത്. ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്, എന്നാലും ഒരു പേര് മാത്രമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ശിപായി ലഹള. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആൻസർ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. 1857 കലാപത്തെ പല പേരുകളിൽ പലരും പറയുന്നുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ശിപായി. മെയിനായിട്ട് നമ്മൾ 1857 കലാപത്തെ ശിപായി ലഹള എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് 1857 കലാപമാണ് കേട്ടോ. കൽക്കട്ടയിൽ സുപ്രീം കോടതി നിർമ്മിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി നിയമിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ് കേട്ടോ. വാറൻ ഹേസ്റ്റിംഗ്. ഓക്കെ, വാറൻ ഹേസ്റ്റിംഗ് ആണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന കൃതി രചിച്ചത്. നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ രചിച്ചത് നീലം കർഷകരുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ് നീൽ ദർപ്പൺ. അത് രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര.
ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി KR നാരായണൻ. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ മലയാളി ആരായിരുന്നു? KR നാരായണനാണ്. ഓക്കെ, KR നാരായണനാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ മലയാളി. KR നാരായണൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. ആദ്യ വ്യക്തിയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്? ഭാഗം 3-ലാണ്. ഓക്കെ, പാർട്ട് 3-ലാണ് മൗലിക അവകാശങ്ങൾ. ഭാഗം 3-ലാണ് ഉള്ളത്. ഓക്കെ, മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? നിയമാവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? നിയമാവകാശമാണ്. അൺടച്ചബിലിറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. അൺടച്ചബിലിറ്റി, അയിത്ത നിരോധനം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ഇത്രയാണ് ഒരു 20 മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടുവരുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആഴവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത് വൃഷ്ടിപ്രദേശം. ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മെയ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിന് എക്കൽ മണ്ണ്. പോയിന്റ് കളിമർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയദാനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാർ. 1857-ലെ കലാപം അറിയപ്പെടുന്നത് ശിപായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി നിർമ്മിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ എന്ന് പറയുന്ന കൃതി രചിച്ചത് ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായി എത്തിയ ആദ്യ മലയാളി KR നാരായണൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. രാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്? പാർട്ട് 3-ലാണ്. ഭാഗം 3. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സ്വത്തവകാശം ഇപ്പോൾ ഏത് അവകാശമാണ്? നിയമാവകാശമാണ്. അൺടച്ചബിലിറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 17. അപ്പോൾ ഇത്രയാണ് 20 ക്വസ്റ്റ്യൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.